ഹായ് നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു 21 ദിവസത്തെ ചലഞ്ചിങ് നോക്കാം. നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ പവർ ഉണർത്തി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വിജയം കണ്ടെത്താം എന്ന ഒരു പ്രോഗ്രാം, ഒരു 21 ദിവസത്തെ പ്രോഗ്രാം, ഒരു ചലഞ്ചിങ് പ്രോഗ്രാം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാനും അതുപോലെ തന്നെ സക്സസ് ആയിട്ടൊക്കെ ജീവിക്കാനും എവിടെയും കോൺഫിഡൻസോട് കൂടിയൊക്കെ നിൽക്കാനും നമുക്ക് എന്ത് കാര്യം ചെയ്യാനും ഒരാളുടെ സഹായമില്ലാതെ, സഹായം ആവശ്യമുള്ളപ്പം ചോദിക്കാം, അല്ലാതെയൊക്കെ തന്നെ നമുക്ക് സ്വയം എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ കണ്ടൻ്റ് ആയിട്ടുള്ള വീഡിയോകളാണ്. നമ്മളുടെ മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തു നിന്നൊക്കെ കേട്ടിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ വെച്ചിട്ട് നെഗറ്റീവായിട്ടുള്ള അറിവുകളും നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടും കണ്ടും വളർന്നും നമുക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പം നമുക്ക് അതുമായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ വളർച്ചയ്ക്ക് അറിവ് അത്യാവശ്യമാണ്. നമുക്ക് ലഭിക്കുന്ന ഇപ്പം എല്ലാവർക്കും എല്ലായിടത്തു നിന്നും നമ്മൾ അറിവുകളൊക്കെ ലഭിക്കുന്നുണ്ട്. നമ്മൾ പല പല കാര്യങ്ങളും നമുക്കറിയാം. പക്ഷെ നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞു വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അതെല്ലാം ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ഏതാണ് സ്യൂട്ടബിൾ, എന്താണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്നൊക്കെ നമ്മൾ സ്വയം വിലയിരുത്തി നമ്മുടെ ജീവിതം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇല്ലാതെ നമ്മളെപ്പോഴും കരഞ്ഞും വിളിച്ചും പരാതി പറഞ്ഞും പരിഭവം പറഞ്ഞൊക്കെ ജീവിതം ഹോമിച്ച് കളയാനാണെങ്കിൽ എന്നും നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ. നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് നമുക്ക് നമ്മളിൽ തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള മൈൻഡിന്, അതായത് സബ് കോൺഷ്യസ് മൈൻഡിന് അത്രയും പവറുണ്ട്. അതിൻ്റെ പവർ ഉണർത്തി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ സന്തോഷം, സമാധാനം, അതുപോലെ സാമ്പത്തിക വിജയം, അതെല്ലാം ഹെൽത്ത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാനും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക്, നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെ സാധിക്കും. അതിന് നമ്മൾ വേറെ ഒന്നും തിരയേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കി നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അത് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി. ഫസ്റ്റ് ദിവസത്തെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർ നമ്മളെ പറഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരോടുള്ള ദേഷ്യവും വിദ്വേഷവും ഒക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ട് നടന്നാൽ നമുക്ക് ഒരിടത്തും എത്താനും പറ്റത്തില്ല, നമുക്ക് എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ആദ്യം വേണ്ടത് നമുക്ക് മറ്റുള്ളവരുടെ മേലുള്ള ദേഷ്യം, വെറുപ്പ്, സങ്കടമൊക്കെ ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ സന്തോഷം കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിന് നമുക്ക് എന്ത് വേണം എന്നുള്ളതിന് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് ആ കാര്യങ്ങളിലേക്ക് നമുക്ക് ഫോക്കസ് കൊടുക്കാനും നമുക്ക് ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാനൊക്കെ കഴിയും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ താഴ്ത്തി കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും വിഷമം തരുന്ന ആൾക്കാരുമായിട്ടുള്ള ഒരു സഹകരണം കുറച്ച് കുറയ്ക്കുക. അതായത് അവരിൽ നിന്ന് കുറച്ച് അകലം പാലിക്കുക. നമ്മുടെ മനസ്സമാധാനം എവിടെയാണോ നഷ്ടപ്പെടുന്നത്, നമുക്ക് എവിടെ നിന്നാണോ വേദന ലഭിക്കുന്നത്, അവരുമായിട്ടുള്ള സഹകരണം നമുക്ക് കുറച്ച് ഒഴിവാക്കാം. നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും കൂടുതലും നമുക്ക് ഇതുപോലെയുള്ള വേദനകളൊക്കെ തരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവരുമായിട്ടുള്ള ബന്ധമൊന്നും അർത്ഥമുറിച്ച് കളയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാം. നമ്മൾക്ക് അവിടെ എന്ത് പറയണം, എത്ര സമയം നിൽക്കണം, നമ്മൾ ആവശ്യം അവിടെ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് അവിടെ ആ കാര്യം പറയേണ്ടതുണ്ടോ, ഇത് പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ഭവിഷ്യത്ത് വരും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചും എടുത്തും മാത്രം ഇങ്ങനെ ഉള്ള ആൾക്കാരോട് സംസാരിക്കുകയും ഇവരിൽ നിന്ന് ഒരു അകലം പാലിക്കുകയും ചെയ്യുക. നമ്മളെ വേദനിപ്പിക്കുന്നവരെയും വിഷമിപ്പിക്കുന്നവരെയൊക്കെ നമുക്ക് ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞല്ലോ. അപ്പോൾ അവരുമായിട്ട് കൂടുതൽ സഹകരിക്കാതിരിക്കുക. നമ്മൾ കൂടുതൽ സഹകരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാഹചര്യം കൊണ്ട് നമുക്ക് അവരുമായിട്ട് അടുക്കേണ്ട കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ എന്നാലും നമ്മളെ
നമ്മൾ അവരുമായിട്ടൊക്കെ ഒരു അകലം പാലിക്കുക. വേണ്ട കാര്യങ്ങൾ മാത്രം പറയുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക. നമുക്ക് ഇത് നമ്മൾ ചില ആൾക്കാരുണ്ട്, നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിലും നമ്മളെ ആണ് തെറ്റുകാരാക്കി അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ചിത്രീകരിക്കുക. അവിടെയൊക്കെ നമ്മൾ തെറ്റ് ചെയ്തില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് അവരടുത്തൊന്നും വിശദീകരണം കൊടുക്കേണ്ട കാര്യമില്ല. എന്തെന്ന് വെച്ചാൽ അവർ വിശദീകരണം കൊടുത്താൽ അത് കേൾക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള സഹകരണം കുറച്ച് വയ്ക്കുക. മറ്റുള്ളവരിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് ഒഴിവാക്കി നമ്മളിൽ തന്നെ നമ്മൾ ഫോക്കസ് കൊടുക്കുക. നമ്മളെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തി, നമുക്ക് ഇപ്പോൾ ഒരു ലക്ഷ്യം ഗോളൊക്കെ സെറ്റ് ചെയ്ത് എന്താണ് വേണ്ടതെന്ന് കണ്ടെത്തി അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ മറ്റുള്ളവരിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാതിരിക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഒഴിവാകുകയും നമ്മുടെ തന്നെ ഒന്ന് ശ്രദ്ധിക്കാനും കെയർ ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക. മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.